നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരി മർമ്മ ഗുരുകുലത്തിലെ കർണാടക മാഷാണ്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കടാരയ്ക്കുള്ള കുത്തുന്ന. കടാരയ്ക്ക് കുത്തിയാലും ഒന്നുമില്ല. അയ്യോ, കടാര കയ്യിലിരിക്കുന്നയാൾ വിചാരിക്കുമോ ഇതുകൊണ്ട് കുത്തിയാൽ ഈസി ആയിട്ട് ഒരാളെ കൊല്ലാമല്ലോ. ഒന്നുമില്ല. എടുത്താൽ നമ്മുടെ മുമ്പിൽ ഏതായുധം എടുത്താലും എല്ലാം ഒരുപോലെയാണ്. ഒരു കാരണവശാലും ഈ കത്തിയൊന്നും നമ്മുടെ ദേഹത്ത് കൊള്ളില്ല. അത് മെയിൻ മർമ്മങ്ങളിൽ. ഇപ്പോൾ കളരിയിലെ വിദ്യയാണ് പഠിപ്പിക്കുന്നത്. മറ്റേ 1/2 സെക്കൻഡേ ഉള്ളൂ കേട്ടോ. ഇത് 2 സെക്കൻഡൊക്കെ ആകും. ഈ ആളെ ഒന്ന് വളരെ ഈസി ആയിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. കളരി വിദ്യകളിൽപ്പെട്ട് മർമ്മസ്ഥാനം. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മർമ്മസ്ഥാനം പൊരിച്ചിൽ മർമ്മം എന്ന് പറയുന്നത് ഈ ചെവിയുടെ നേരെ 3 വിരൽ മുകളിലാണ് പൊരിച്ചിൽ മർമ്മം. ഇതാണ്. അതിൽ ക്ഷതം പറ്റിയാൽ നോക്കി, പൊരിച്ചിൽ മർമ്മം കേട്ടോ. 333ാമത്തെ മർമ്മം. ചെവികളുടെ മേൽഭാഗത്ത് 4 വിരൽ നേരെ മുകളിലാണ് ഈ മർമ്മസ്ഥാനം. ഇവിടെ ക്ഷതമേറ്റാൽ ഉടൻ തലകറക്കമുണ്ടാവും. ചെവികൾ രണ്ടും കേൾക്കാതെയാവും. ശരീരത്തിന് കഴപ്പും ചെന്നിയിൽ സ്ഥിരമായ വേദനയും കേൾവിക്കുറവും ഉണ്ടാവും. കേൾവിക്കുറവ് കൂടി ഇതിൽ ഈ ഒറ്റ ക്ഷതം വരുമ്പോൾ സംഭവിക്കും. ഇതും പ്രധാനപ്പെട്ട മർമ്മസ്ഥാനം. കാരണം നമ്മുടെ തലച്ചോറ് ശരിയല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്താ കാര്യം? നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൊന്നും എത്താൻ പറ്റാതെയും. അതേമാതിരിയുള്ള കേട് തന്നെ മർമ്മക്ഷത ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ക്ഷത ഏൽപ്പിക്കില്ല കേട്ടോ. ഇതെല്ലാം എൻ്റെ കുട്ടികളാണ്, എൻ്റെ മക്കളാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് അവതരിപ്പിക്കുകയാണ്. ശ്രദ്ധയോട് കണ്ട് പഠിക്കുക. ഞങ്ങളിപ്പോൾ ദൈവം ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, റെഡി? കത്തിയൊക്കെ ദേഹത്ത് കൊള്ളാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പതിയെ. ഓക്കെ, മതി. അവിടെ നിൽക്കുക. മർമ്മസ്ഥാനം കണ്ടോ. ഇതാണ് തെലുങ്ക് മാമ. ഇത് കയറ്റി കണ്ടോ. വിരലുകൾ കയറ്റി പിടിച്ചാൽ ഈ ആളെ നമ്മുടെ മുൻപിലേക്ക് അടിക്കുന്നത്, നമ്മുടെ ഫ്രണ്ടിൽ വന്ന് വീഴും. കത്തി ഞാനൊന്ന് വാങ്ങിക്കോട്ടെ. കത്തി വിട്ടു. ഓക്കെ. ഇനിയും എൻ്റെ ആ ഒരു അടി ചെവിയിൽ അടിച്ചപ്പോഴും പോയി. നിങ്ങൾക്ക് വേണ്ടിയാണ് നിർത്തിയത്. ശരിക്കുള്ള അടിയാണ് പോയി, തല പോയി, അതിൻ്റെ ബോധം പോയി. ശരിക്കുള്ള അടിയാണെങ്കിലേ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണ് നിർത്തി കാണിച്ചു തന്നിരിക്കുന്നത്. ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഒരു കൈ കൊണ്ട് ഇപ്പം നിങ്ങളുടെ ഇത് 2 കൈ ഉപയോഗിച്ചില്ലല്ലോ. ഒറ്റ കൈ കൊണ്ട് 1/2 നിമിഷം മതി. ശരിക്കും ബ്ലോക്ക് ചെയ്ത് ആ സെക്കൻഡിൽ അവൻ താഴ്പ്പു. പക്ഷെ കണ്ടു നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.